എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാൻ ശരിക്കും ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്, ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്. സെമിനാരി പള്ളിയുടെയൊക്കെ അടുത്താണ്. പിന്നെ അതിനുശേഷം എൻ്റെ ഫാദറൊക്കെ കണ്ണൂരേക്ക് പോയി. കണ്ണൂർ ഇരിട്ടിക്കപ്പുറം കരിക്കോട്ടക്കരിയിൽ നിന്ന് പിന്നെ കുറച്ചുകൂടെ ദൂരമുണ്ട് അവിടെ. പക്ഷേ ഇപ്പോൾ ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊല്ലത്ത് കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10-15ഓളം വർഷങ്ങളായിട്ട് കപ്പൂച്ചൻ അച്ഛന്മാരുടെ കൂടെയാണ്. ആദ്യമേ സീനായി നമ്മുടെ തൃശ്ശൂർ അടുത്ത് പൂത്തോളിൽ കാൽവരി ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലോട്ട് വന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ കാൽവരി ധ്യാന കേന്ദ്രത്തിലാണ്. ഇപ്പോൾ ഒരു 10-15 വർഷത്തിന് മുകളിലായി. ഇപ്പോൾ ഇവിടെ എല്ലാ താമസമുള്ള ധ്യാനത്തിനും ഞാനിവിടെ വരാറുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ചില ധ്യാനങ്ങളൊക്കെ നടത്താറുണ്ട്, മരിയൻ ധ്യാനവും മറ്റു പല ധ്യാനങ്ങളും ഒക്കെ. അപ്പോൾ ശുശ്രൂഷയിൽ ഒത്തിരിയധികം ഈ 24 വർഷമായിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ജപമാല ഭക്തിയിലേക്ക്, പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്ന അനുഭവത്തിലേക്കാണ്. ഞാൻ 22ാമത്തെ വയസ്സിലാണ് ശരിക്കും ഈ യേശുവിനെ അറിയുന്നത്, അല്ലെ പരിശുദ്ധ കന്യകാമറിയത്തെ, അല്ലെ ആത്മീയ ജീവിതം എന്താണെന്ന് പോലും അറിയുന്നത് 22ാമത്തെ വയസ്സിലാണ്. അതുവരെ നമ്മൾ സാധാരണ രീതി പറയുവാണെങ്കിൽ മനുഷ്യനൊന്നു പോലും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ തിന്മകളിൽ പെട്ടു എന്നുള്ളതല്ല, ആത്മീയത എന്താണെന്നും അറിയത്തില്ല. ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. ക്രിസ്തു ദൈവമാണെന്നോ പരിശുദ്ധ കന്യകാമറിയോ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വിശുദ്ധരെന്നൊക്കെ, ഇതൊക്കെ ചുമ്മാ അമ്പലത്തിലും കുറേ വിശ്വാസം, ഇസ്ലാം മതത്തിലും കുറേ വിശ്വാസം, ക്രൈസ്തവ ജീവിതത്തിലും കുറേ വിശ്വാസം, ഇതിലൊന്നും ഇതൊക്കെ ഒരു ജീവിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഒരു മാർഗ്ഗമായിട്ടാണ് തോന്നിയത്. പക്ഷേ 22ാമത്തെ വയസ്സിൽ ഞാനൊരു ധ്യാനം കൂടിയപ്പോൾ, അപ്പോൾ ഞാൻ ദില്ലിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീവിന് വന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു ശരിക്കും ധ്യാനത്തിന് ഞാൻ പോകാനായിട്ട് ഒരുങ്ങിയതല്ല. എൻ്റെ ഫാദർ ഇച്ചിരി സ്മോൾ അടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആളെ ധ്യാനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ ഫാദറുടെ കുറച്ച് കൂട്ടുകാരന്മാർ വീട്ടിൽ വന്നപ്പോൾ ഫാദർ അവിടെ ഇല്ലായിരുന്നു. അപ്പം എന്നോട് അവിടുത്തെ ധ്യാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം, ഏതായാലും പുറത്തോട്ടൊക്കെ പോകുമല്ലേ, അപ്പം ധ്യാനത്തിനൊക്കെ ഒന്ന് പോകാം. അങ്ങനെ 22ാമത്തെ വയസ്സിൽ ഞാൻ ധ്യാനം കൂടുന്ന സമയത്താണ് യേശുക്രിസ്തു ദൈവമാണെന്നും പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അനുഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യേശുക്രിസ്തുവിനെക്കുറിച്ചും ഈ ജീവിക്കുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ അവിടെ മനസ്സിലാക്കി, ഒത്തിരിയധികം മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴത്തേക്കിന് മറ്റ് പലയിടത്തും കേൾക്കാത്ത പലതും ഈ വചനത്തിലൂടെയെല്ലാം കേട്ടപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഒത്തിരി ക്വസ്റ്റ്യന് വരാൻ തുടങ്ങി. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം കറക്റ്റ് ആൻസർ എനിക്ക് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങി അവിടെ വെച്ച്, വചനത്തിലൂടെയും പ്രസംഗിക്കുന്നവരിലൂടെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ രാവിലെ 3 മണിക്ക് എണീക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. കാരണം എനിക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ജപമാല ചൊല്ലി വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുന്നു, ഞാനതിൽ സജീവമായിട്ട് ചേരാറൊന്നുമില്ല. പക്ഷേ എന്നാൽ ഈ മാതാവിനോട് ഈ നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വർഗ്ഗസ്നായ പരിസരം ഇത് മാത്രമേ അറിയത്തുള്ളൂ, ജപമാല രഹസ്യം ഒന്നും അറിയത്തില്ല. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന മുഴുവൻ ജപമാല, വേറൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ബൈബിളൊന്നും വായിക്കാറൊന്നുമില്ല. അപ്പോൾ ഈ ജപമാല ചൊല്ലും, നന്മ നിറഞ്ഞ പറയും പരിസരം പറയുമ്പോൾ അതറിയാം. അപ്പം അതിങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ മാതാവേ, എന്നെ രാവിലെ 3 മണിക്ക് വിളിക്കണം. അപ്പം വേറെ അവിടെ ഒരു സംവിധാനവും ഇല്ല, കയ്യിലും മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല, അന്നത്തെ കാലം മൊബൈലും ഇല്ല. അപ്പം കറക്റ്റ് 3 മണിയായപ്പോൾ പരിശുദ്ധ കന്യകാമറിയം എന്നെ തൊട്ടു വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയം ജീവനോടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യ നിമിഷമാണ്. പിന്നെ ഇങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ എന്നും പ്രാർത്ഥിക്കുന്നത്, ഉണർന്നു കഴിഞ്ഞാൽ ജപമാല പ്രാർത്ഥനയാണ്. എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജപമാലയാണ്. പരിശുദ്ധ കന്യകാമറിയം ജീവനോടെ ഉണ്ടെന്നുള്ളത് എനിക്ക് സത്യമായി മനസ്സിലാക്കി. ഞാൻ ആ 3 മണിക്ക് എണീറ്റപ്പോൾ, അത് 3 മണിന്ന് മനസ്സിലാക്കിയത് എങ്ങനെയെന്നറിയോ, തലയ്ക്കൽ ഒരു വാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വാച്ച് എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് 3 മണി, 1 സെക്കൻഡ് പോലും മാറ്റമില്ല. എൻ്റെ കൂടെ കിടക്കുന്നവരെയൊക്കെ നോക്കി എല്ലാവരും നല്ല ഉറക്കമാണ്, വേറെ ആരും വിളിച്ചതല്ല, എന്നെ മാതാവ് തൊട്ട് വിളിച്ചതാണ്. ആദ്യത്തെ ഒരു പ്രാവശ്യം തൊട്ടപ്പോൾ ഞാൻ എണീറ്റില്ല, വീണ്ടും എന്നെ തൊട്ട് വിളിച്ചപ്പോഴത്തേനും ഷൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വരം ഉണ്ടാക്കിക്കൊണ്ട് എന്നെ വിളിച്ചു. പ്രിയമുള്ള സഹോദരങ്ങൾ, എനിക്ക് എന്തൊരു ആനന്ദമായിരുന്നു. പിന്നീട് ഉറക്കമൊന്നുമില്ല. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു 24 മണിക്കൂർ 15 മിനിറ്റ് പോലും ഉറങ്ങണ്ട, ഒരു ക്ഷീണവും ഇല്ല. 15 മിനിറ്റ് പോലും രാത്രി പോലും ഉറങ്ങണ്ട.
ദിവ്യഗാന സന്നിധിയിലൊക്കെ നിൽക്കുമ്പോഴും എനിക്കറിയാവുന്ന പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ദിവ്യഗാന സന്നിധിയിൽ ഈശോയോടൊക്കെ പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ആത്മീയതയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് മനസ്സിലാക്കി തരാം. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഓരോന്നും സമർപ്പിക്കുമ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ ലോകത്തിലുള്ള എല്ലാ മാർപ്പാപ്പന്മാരെയും അനുഗ്രഹിക്കണമേ. നമുക്കറിയാമല്ലോ, ഞാൻ വിചാരിച്ചത് മാർപ്പാപ്പ എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മുടെയൊക്കെ പള്ളിയിലൊക്കെ കാണുന്ന അച്ഛന്മാരെ പോലെ ഒത്തിരി മാർപ്പാപ്പന്മാർ കാണുമെന്നാണ് വിചാരിച്ചത് ഒരേ സമയത്ത്. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അത്രയ്ക്കും ആത്മീയമായിട്ട് ഒരു അറിവും ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ പരിശുദ്ധ കന്യകാമറിയമാണ് എന്നെ ആത്മീയതയിലേക്ക്, ബൈബിളിലേക്ക്, വചനപ്രഘോഷണത്തിലേക്ക്, എൻ്റെ മുൻപോട്ടുള്ള എല്ലാ മേഖലയിലും ഞാനിപ്പോൾ 24 വർഷമായിട്ട് ഇപ്പോൾ ശുശ്രൂഷയിൽ എന്തൊക്കെ ആയിട്ടുണ്ടോ അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും പരിശുദ്ധ കന്യകാമറിയമാണ്. കാരണം മറിയം എൻ്റെ കൂടെ നടക്കുന്ന അനുഭവമാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കാരണം അതുകൊണ്ട് ഒത്തിരി നിയോഗങ്ങളൊന്നും വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അപ്പോഴേ അത് അമ്മ സാധിച്ചു തരാറുണ്ട്. പെറ്റമ്മ കൂടെ നടക്കുന്നതിനേക്കാൾ ശ്രദ്ധിച്ച് എല്ലാ അപകടങ്ങളിൽ നിന്നും, എന്തു മേഖലകളിൽ നിന്നും എന്നെ ആത്മീയമായി വളർത്താനും എന്തു മേഖലകളിലും പരിശുദ്ധ അമ്മ, പ്രത്യേകിച്ച് പല രീതിയിലുള്ള ആസക്തികൾ, തിന്മകളുടെ പല രീതിയിലുള്ള പാപമേഖലയിൽ ഒത്തിരി വീഴേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വീഴാതെ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ അത് വലിയ തിന്മയുടെയൊക്കെ വലിയ ബന്ധനങ്ങളായിരുന്നു, പാപത്തിലോട്ടൊക്കെ വീഴാനുള്ള. പക്ഷേ പരിശുദ്ധ കന്യകാമറി അതിൽ നിന്ന് വളരെ മനോഹരമായിട്ട് എന്നെ കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നീട് അത് മനസ്സിലാക്കി തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ മാതാവുമായി ബന്ധപ്പെട്ട ആത്മീയതയാണ്. ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയോടാണ്. ഈശോയെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാതാവിനെയാണ് വിളിക്കുന്നത്. മാതാവ് ദൈവമല്ലെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ മാതാവാണ് എന്നെ ഈശോയിലേക്ക് വളർത്തുന്നത്. മാതാവ് എന്നെ മാതാവിലേക്ക് വളർത്തുമല്ല, മാതാവ് എന്നെ ഈശോയിലേക്കും കൂദാശകളിലേക്കും ബൈബിളിലേക്കും ഇതിലേക്കൊക്കെയാണ് മാതാവ് എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള, അങ്ങനെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും നാൾ 24 വർഷത്തെ ആത്മീയ ശുശ്രൂഷയുടെ കംപ്ലീറ്റ് ക്രെഡിറ്റും പരിശുദ്ധ കന്യകാമറിയത്തിനുള്ളതാണ്. എന്നെ വളർത്തിയത് മുഴുവൻ പരിശുദ്ധ കന്യകാമറിയമാണ്. കാരണം മറിയം ജീവനോടെ ഇവിടെ ഭൂമിയിലുണ്ട്, സത്യമാണ്, കൂടെയുണ്ട്, കൂടെ നടക്കുന്ന അനുഭവം നമുക്ക് കാണാൻ വരെ പറ്റും, നമ്മളെ തൊട്ട് വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ദൈവാനുഭവമാണ് എനിക്ക് തുടക്കം മുതൽ എനിക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. പരിശുദ്ധ കന്യകാമറിയം ജീവനോടെ ഉണ്ട്. അതുവരെ എനിക്ക് പരിശുദ്ധ കന്യകാമറിയമോ അല്ലെങ്കിൽ യേശു ദൈവമാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. ആ 22-ാമത്തെ വയസ്സിൽ ആ ധ്യാനത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയോ ഈശോയോ ഒക്കെ ജീവനോടെ ഉണ്ട്, സത്യമായിട്ടും അവരാണ് എന്താണ് യേശു ദൈവമാണെന്നും പരിശുദ്ധ കന്യാമറിയം ഈശോയുടെ അമ്മയാണെന്നും എൻ്റെ അമ്മയാണെന്നും ഒക്കെയുള്ളൊരു വലിയൊരു ബോധ്യം എനിക്ക് അതിലൂടെ കിട്ടി. അങ്ങനെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം. ഞാൻ കണ്ണൂർ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധ കന്യകാമറിയത്തെ പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഉള്ള ഒരു വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ ചെയ്തിരുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞതിൽ അന്ന് എന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു കിച്ചണിലെ ശുശ്രൂഷയാണ്. അപ്പോൾ രാവിലെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഒരു 100-150ഓളം പേര് ധ്യാനം കൂടുന്നുണ്ട്. അപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ട് സമീപത്തായിട്ട് തന്നെ ഒരു അനാഥമന്ദിരവും ഉണ്ട്, തെരുവിൽ അലയുന്ന മാനസിക രോഗികൾക്ക് വേണ്ടി ഒരു സെൻറ്ററും ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് തെരുവിലെ മക്കൾക്ക് വേണ്ടി വേറെ കൊണ്ടുപോകും, ധ്യാനക്കാർക്ക് വേണ്ടിയുള്ളതും. അപ്പോൾ ഉച്ചയ്ക്ക് നോക്കുമ്പോൾ രാവിലത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു തരി പോലും അരിയില്ല. പ്രിയമുള്ളവരെ, ഞാനാണ് അതിൻ്റെ ചാർജ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. ആ സമയത്ത് ഞാനവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ചെമ്പിനകത്ത് ഏതാണ്ട് ഒരു 25 കിലോ അരി ഏറ്റവും കുറഞ്ഞത് ഇട്ടാലാണ് നമുക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. ചെമ്പടുപ്പത്ത് വെച്ചു, വെള്ളവും നിറച്ചു, തീയും കത്തിച്ചു. ഞാൻ ആ ചെമ്പടുപ്പിൻ്റെ ചുറ്റിനും നടന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെ പ്രതീക്ഷ ഇത്രയേ ഉള്ളൂ, ആരെങ്കിലും ആ ഉച്ചയ്ക്കത്തേക്കുള്ള അരി ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുമായിരിക്കും. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് നമ്മൾ പൈസ കൊടുത്ത് പേടിക്കാന്നുള്ള ഒരു ആശ്രമവും കൂടെ ചേർന്നതായതുകൊണ്ട് ഒത്തിരിയധികം ദൈവപരിപാലന കിട്ടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ മറ്റുള്ളവരിങ്ങനെ കൊണ്ടുവന്നു വരും. പ്രിയമുള്ളവർ, ഞാൻ അവിടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ഞാൻ ഈ 10-25 കിലോ അരിയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ജപമാല ചൊല്ലി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ജപമാല ചൊല്ലുന്നതേ ഉള്ളൂ. ആരെങ്കിലും അരിയും കൊണ്ട് വരുന്നുണ്ടോ നോക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, താഴത്തെ റോഡിൽ നിന്ന് ഒരു ലോറിക്കകത്ത്, ഒരു ടെമ്പോ മിനി ലോറി എന്ന് പറയാം, അതിനകത്ത് ഒരു ലോഡ് സാധനവുമായിട്ട് ഈ ആശ്രമത്തിലേക്ക് കയറി വരികയാണ്. അപ്പം ഞാൻ പെട്ടെന്ന്
ഇത് കടയിലേക്ക് വല്ലതും കൊണ്ടുപോകുന്നതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളതിലേക്ക് മൈൻഡ് ചെയ്തില്ല. കാരണം ഇത്ര ഒരു ലോഡ് സാധനമാണ് കയറി പോകുന്നത്. നമ്മളതിലേക്ക് നോക്കില്ല, വേറെ ഏതെങ്കിലും കടയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആശ്രമത്തിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ട് എന്നെ വിളിച്ചു. ബ്രദറെ ഓടി വരാൻ പറഞ്ഞു, സാധനം ഇറക്കാനെന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ ഈ റോഡിലൂടെ പോയ ലോറി അവിടെ വന്ന് നിൽക്കുകയാണ്. പ്രിയമുള്ളവർ, ഞാൻ അതിൻ്റെ അരിച്ചാക്ക് മാത്രം എണ്ണി. ഒരു 13 ചാക്ക് അരിയും 3 ചാക്ക് ഗ്രീൻ പീസും പിന്നെ മസാലകളും എണ്ണയും അതുപോലെയുള്ള സബോളകളും മറ്റ് സാധനങ്ങളെല്ലാം. എൻ്റെ പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞാൽ അന്നേരം കിച്ചണിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ആരുമില്ല. പരിശുദ്ധ കന്യകാമറിയത്തോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. കാനായിൽ യോഹന്നാൻ 2:4 ഇടപെട്ടതുപോലത്തെ വലിയൊരു അനുഭവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് കാണാനായിട്ട് പറ്റി. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഇന്നും ഏത് മേഖലകളിലും, അത് സാമ്പത്തിക മേഖലകളല്ല, പക്ഷേ ഇങ്ങനെയുള്ള മേഖലയല്ല, ആത്മീയ ഏതു മേഖലകളിലും പരിശുദ്ധ കന്യകാമറിയം ഒരു കുറവും കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇനി ഒത്തിരി അനുഭവങ്ങളുണ്ട്, ആയിരക്കണക്കിന് അനുഭവമുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവം എൻ്റെ ജീവിതം ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണ് ഇങ്ങനെയുള്ള ഭൗതിക മേഖലകളിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയ്ക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളത് ഉറച്ച ഒരു ബോധ്യമാണ്. എനിക്കതിൽ എൻ്റെ ഒരു ഉറച്ച വിശ്വാസമാണ്. എന്നെ മാതാവിലേക്ക് അടുപ്പിച്ച മറ്റൊരു ദൈവാനുഭവം, പ്രിയമുള്ളവരെ, ഞാൻ ജാൻസിയിൽ നോർത്ത് ഇന്ത്യയിലായിരുന്ന സമയത്ത് തെരുവിലുള്ള ശുശ്രൂഷകൾ, മാനസിക രോഗികൾ, ഭിക്ഷാടകർ അങ്ങനെയുള്ളവരുടെയൊക്കെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഒരു ഭിക്ഷാടകനെ വഴിയിൽ നിന്ന് കിട്ടി. ആ മനുഷ്യനെ കൊണ്ട് കുളിപ്പിക്കുന്ന സമയത്ത് ആളുടെ കാലിലൊരു വലിയൊരു വ്രണം ഉണ്ടായിരുന്നു. ആ കെട്ടഴിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിപ്പോയി, ഒരു മനുഷ്യ ശരീരമാണോ ഇതെന്ന്. എന്ന് വെച്ചാൽ ആ ശരീരത്തിൽ മുഴുവൻ, ആ പൊതിഞ്ഞ് കെട്ടിവെച്ച കാലയിലെ മുറിവിൽ പുഴുക്കളായിരുന്നു മുഴുവനും. അന്നാണ് ഞങ്ങൾ ആശ്രമം തുടങ്ങിയിട്ടേ ഉള്ളൂ ജാൻസിയിൽ. എന്നിട്ട് ഞാനൊക്കെ വീട്ടിൽ പശുക്കളെയൊക്കെ വളർത്തുന്നത് കൊണ്ടും ഒരു 10-20 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ പശുക്കളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇങ്ങനെ അഴിച്ചുവിട്ടൊക്കെ കൊണ്ട് തീറ്റുന്ന സമയത്തൊക്കെ പലപ്പോഴുമൊക്കെ ഇതിങ്ങളുടെ ദേഹത്തൊക്കെ കമ്പും കോലുമൊക്കെ കൊണ്ട് പുഴുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പുഴുവിനെയൊക്കെ വീട്ടിൽ വെച്ച് പലപ്പോഴും ഞാൻ തന്നെയാണ് എടുക്കാറ്. ഈ മരത്തിൻ്റെ കൊമ്പൊക്കെ കൂർപ്പിച്ചിട്ട് മോനിയൊക്കെ ആക്കിയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പരിചയമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകരണങ്ങളൊന്നും ആശ്രമത്തിലില്ല, മെഡിസിൻസും ഒന്നുമില്ല, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ മനുഷ്യനെ കണ്ടുമ്പോൾ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കൊണ്ടുവന്നു. ഇതെല്ലാം അഴിച്ച്, പ്രിയമുള്ളവരെ, 2-3 സഹോദരന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവർ കയ്യേലും കാലിലും ഒക്കെ പിടിച്ച് തോർത്തുകൊണ്ടൊക്കെ കാലൊക്കെ പിടിച്ച് കെട്ടി. ഞാൻ തന്നെ അവിടെ ഇരുന്ന്, പ്രിയമുള്ളവരെ, ആ കാലിൽ നിന്ന് 600 പുഴുവിനെ, ഏതാണ്ട് ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ച് നീളമൊക്കെയുള്ള 600 പുഴുവിനെ, തല കറുത്ത പുഴുവിനെ ആ മുറിവിൽ നിന്ന് കിള്ളി മാറ്റി. അപ്പോൾ ആ പകുതി കിള്ളി മാറ്റിയത് ഇതിൻ്റെ ഉള്ളിൽ അറയിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് കൂടെയുള്ള 1-2 പേര് പറഞ്ഞു, ബ്രദറെ, ഫെനോയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടെ പുറത്തു വരുമെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. നമ്മൾ കുറേ ഫെനോയിലൊക്കെ എടുത്തൊഴിച്ചു. മനുഷ്യ ശരീരത്തിലേക്കാണ്, മുറിവിലേക്കാണ് ഒഴിക്കുന്നത്. കുറച്ച് പുഴുവിനെയൊക്കെ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് വേറെ ആരോ പറഞ്ഞു, ഇനിയും അതിനകത്ത് പുഴു ഇരിപ്പുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു, പെട്രോൾ ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് പോയി വണ്ടിയുടെ ബൈക്കിൻ്റെ ട്യൂബ് ഊരിയിട്ട് പെട്രോൾ എടുത്തു, ആ മുറിവിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചു. ഈ മനുഷ്യൻ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പുഴുവിനെ പുറത്താക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. പ്രിയമുള്ളവരെ, ഇതിനകത്തുനിന്ന് പുഴുവെല്ലാം കംപ്ലീറ്റ് പോകുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈയുടെ വെള്ള മുഴുവനും അതിനകത്ത് ഇറങ്ങും. അത്രമാത്രം മുറിവായി, ഈ 600 പുഴു ഇരുന്ന മുറിവാണ്. പ്രിയമുള്ളവരെ, സത്യം പറയാമല്ലോ, ഈ മനുഷ്യനെ എല്ലാം ട്രേസ് ചെയ്തു. പിന്നെ അടുത്തുള്ളൊരു കോൺവെൻറ്റിലൊക്കെ പോയി ഇച്ചിരി ബെറ്റാഡിനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് കെട്ടിയൊക്കെ വെച്ചു. ഈ മുറിവ് ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്ല. എന്നിട്ട് ദിവികാനസനത്തിൽ കയറി ഇരുന്നിട്ട് ജപമാല എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കണ്ണടച്ച് കഴിഞ്ഞാൽ കാണുന്ന മുഴുവൻ ഈ മനുഷ്യൻ്റെ മുറിവാണ്. ആളെ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി ആശ്രമത്തിൽ നിർത്തിയിട്ടുണ്ട്. ഈ ഒരാഴ്ച കൊണ്ട്, ചുരുക്കി പറയാമല്ലോ, ഒറ്റയാഴ്ച കൊണ്ട് ഈ 600 പുഴുവുള്ള ഈ മുറിവ്, ബെറ്റാഡിനല്ല, വേറെ ഒന്നും ഉപയോഗിച്ചില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല, വേറൊരു ഗുളിക പോലും കൊടുക്കുന്നില്ല വേദനയ്ക്കുള്ള. പ്രിയമുള്ളവർ, ഒരാഴ്ച കൊണ്ട് നമ്മുടെ ശരീരം പോലെ ആ വ്യക്തിയുടെ മുറിവ് ഭേദപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, സക്രാരിയുടെ മുമ്പിലിരിക്കുമ്പോഴും ദിവികാരുണ്യത്തിന് മുമ്പിലിരിക്കും എപ്പോഴും അറിയാവുന്ന ഒരു പ്രാർത്ഥന ജപമാലയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് എപ്പോഴും ജപമാല കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടാവും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഒരാഴ്ച കൊണ്ട് പ്രിയമുള്ളവരെ ആ മുറിവ് പരിപൂർണമായി സൗഖ്യപ്പെടുകയാണ്. അപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ വലിയൊരു ദൈവാനുഭവം എനിക്ക് മനസ്സിലായി. ഏത് മേഖലകളിലും
ഇപ്പം വൈദ്യശാസ്ത്രത്തിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ പോലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥം വഴി മാതാവ് ഇടപെടുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയവുമായിട്ടുള്ള ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖല, പ്രത്യേകിച്ച് ഈ സീനായി ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ താമസിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ 40-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെയായിരുന്നു താമസിച്ചു, ഒരു 2-3 വർഷം ഇവിടെ താമസിച്ചു. ആ സമയത്തുണ്ടായ ഒരു അനുഭവം, എനിക്ക് കൂടുതൽ ഓടി നടന്ന ശുശ്രൂഷയാണ്. ഇതുപോലെ ഒരു ഈസ്റ്റർ സമയമാണ്. അപ്പോൾ ശുശ്രൂഷ ചെയ്ത സമയത്ത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ടായി. ഒരു 3-4 ദിവസമൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ശ്വാസം മുട്ടലും അസ്വസ്ഥതയൊക്കെ പോലെ തോന്നി. അപ്പോൾ നമ്മൾ പിന്നെ അറിയാവുന്ന രീതിയിലൊക്കെ കുറച്ച് യോഗ പോലെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, മീൻസ് യോഗയല്ല, എക്സസൈസൊക്കെ കുറച്ച് ചെയ്തു, പുഷപ്പൊക്കെ കുറേ അടിച്ചു നോക്കി. അപ്പോൾ അങ്ങനെ ഒരു മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ ശുശ്രൂഷ ചെയ്ത് പോവുകയാണ്. പിന്നെ അവസാനം പ്രിയമുള്ളവരെ, വല്ലാത്തൊരു അസ്വസ്ഥത വന്നു. ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു. നോക്കുമ്പോഴത്തേന് ലങ്സ് മുഴുവൻ ഇൻഫെക്ഷനായി, ഫ്ലൂയിഡ് കെട്ടിക്കൂടിയിരിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പ്രിയമുള്ളവരെ, ഒരു ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മരപ്പിച്ചു. പുറത്ത് ഉടുപ്പെല്ലാം ഊരിയിട്ട് ഒരു റൂമിൽ 2-3 ഡോക്ടർമാരുണ്ട്. അവർ കൊണ്ടുപോയിട്ട് എന്നെ കുനിച്ച് നിർത്തിയിട്ട് വാരിയലിൻ്റെ ഇടയിൽ കൂടെ, ഞാൻ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സിറിഞ്ച് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പഴയ ബാറ്ററിയൊക്കെ ഇടുന്ന വലിയൊരു നീളത്തിലുള്ള, ഏതാണ്ട് ഒരു 1/2 അടി നീളത്തോളം ഉള്ള ഒരു വലിയൊരു സിറിഞ്ച്, അതിനകത്ത് വലിയ നീഡിലാണ്. ഇത് ഉള്ളിലോട്ട് ഇറക്കിയിട്ട് ഇത് കുത്തുന്നൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. വേദന ഇല്ലെന്ന് മാത്രമേ, പക്ഷേ ഉള്ളിൽ ഓരോ അവയവങ്ങളുടെ ഇത് കയറി പോകുന്നതൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. ഇതിനകത്തുനിന്ന് 2.5 ലിറ്റർ ഫ്ലൂയിഡ് അവർ വലിച്ചെടുത്തു. പ്രിയമുള്ളവരെ, എനിക്ക് അനങ്ങാൻ മേല, വീൽ ചെയറിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഉള്ളിലെന്തോ ഒരു മോട്ടർ വെച്ചിരിക്കുന്ന പോലെ എന്തോ കടന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി കയ്യിൽ നിന്ന് പോയി. കാരണം എനിക്ക് നടക്കാനോ ഒന്നും എല്ലാ ആരോഗ്യവും പോയ പോലായി. ഞാനിത് ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഈ എക്സ്റേ ആരുടെയാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് കൂട്ടത്തിൽ 2-3 പേരൂടെ ഉണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് എൻ്റെയാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഞാൻ കണ്ണൂർ വീട് അവിടെ ആയതുകൊണ്ട് കണ്ണൂർ പോയിട്ട് ട്രീറ്റ്മെൻറ്റിന് മണിപ്പാൽ ഹോസ്പിറ്റലിൽ വല്ലതും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടുന്ന് അനങ്ങാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച തന്നെ അഡ്മിറ്റായി. പെട്ടെന്ന് തന്നെ ഇതെല്ലാം റെഡിയാക്കി ഫ്ലൂയിഡെല്ലാം വലിച്ചു മാറ്റി. പ്രിയമുള്ളവരെ, ഞാൻ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റൊരു കാര്യവും ചെയ്യാറില്ല. ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് ഞാൻ ഇടുക്കി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഈ കാട്ടിൽ പോയിരുന്നു കുറച്ച് കാലം പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 1-2 ബ്രദേഴ്സ് ഉണ്ട്. അതിലൊരു ബ്രദർ എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം ആ ബ്രദർ പറഞ്ഞു, ബ്രദറിൻ്റെ ജീവിതാന്തസ്സിനെ കുറിച്ച് തീരുമാനമെടുക്കേണ്ട സമയമായി. കാരണം അന്ന് വരെ എന്നോട് പലരും വിവാഹമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം താല്പര്യം എന്ന് വെച്ചാൽ വിവാഹത്തോട് വെറുപ്പോ മറ്റൊന്നും കൊണ്ടുമല്ല, സ്ത്രീകളോടുള്ള വെറുപ്പൊന്നുമല്ല. കാരണം ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് എയ്ഡ്സ് രോഗികൾക്ക്, കുഷ്ഠരോഗികൾക്ക്, കൊലയാളികൾക്ക്, മറ്റു പല ശുശ്രൂഷകളിലും ഞാൻ വ്യാപൃതനാണ്. പ്രത്യേകിച്ച് ഇന്ന ശുശ്രൂഷയെന്നൊന്നുമില്ല. ഇപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ, മുളകുന്തുകാവ് മെഡിക്കൽ കോളേജിൽ പോയി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരു 10-90 പേരുടെയൊക്കെ മുടി മുറിച്ച് ഷേവ് ചെയ്യുക, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ശുശ്രൂഷകളൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എയ്ഡ്സ് രോഗികളൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതൊക്കെ കുടുംബജീവിതത്തോടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ പിടിക്കുമല്ലോ, നമ്മൾ തന്നെ സഹിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ ഒരു ശുശ്രൂഷയിൽ അങ്ങ് താല്പര്യപ്പെട്ട് പോവുകയാണ്. ചുരുക്കി പറയാൻ പ്രിയമുള്ളവരെ, ഞാനിവിടെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ബ്രദർ പറഞ്ഞു, ബ്രദറെ ജീവിതാന്തസ്സിനെ കുറിച്ച് തീരുമാനമെടുക്കണം. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ എന്താണേലും വിവാഹമാണ് വിവാഹം, അങ്ങയുടെ ഇഷ്ടം പോലെ നടന്നോട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ തൃശ്ശൂർ ഇരിങ്ങാലക്കുട രൂപതയിൽ ഒരു ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഈ രോഗം ആകുന്നതിന് മുമ്പ്. ഞാൻ എന്നോട് ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ ജീവിതാന്തസ്സിനെ കുറിച്ച് ദൈവത്തിന് പൂർണ്ണമായി ബ്രദറിൻ്റെ ജീവിതത്തിൽ തീരുമാനം ജീവിതം വിട്ടുകൊടുത്താൽ 8ാമത്തെ ദിവസം ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞു. 8ാമത്തെ ദിവസം ഡിസ്ചാർജായി ഞാൻ ആ പള്ളിയിൽ പോയി 1500 ഇടവക്കാരുള്ള പള്ളിയിൽ പോയി ശുശ്രൂഷ ചെയ്തു. പ്രിയമുള്ള 8ാമത്തെ ദിവസം നടക്കാൻ പോലും പറ്റാത്ത എന്നെ കർത്താവ് അവിടുന്ന് സുഖപ്പെടുത്തി. എത്രയും പെട്ടെന്ന് ആ ഇൻഫെക്ഷനൊക്കെ എത്രയും പെട്ടെന്ന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ വളരെ ആരോഗ്യവാനായിട്ട് പുറത്തിറങ്ങുകയും ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് 3 ദിവസം ധ്യാനം നടത്തി. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ യേശുവിനെ ഹെറോദേസിൻ്റെ പടയാളികളുടെ മധ്യത്തിലൂടെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയതുപോലെ
ഈശോയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. നമുക്കറിയാമല്ലോ, ഒരു പരിശുദ്ധ 10-14 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ മറിയത്തിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ പൂർണ്ണമായും സുരക്ഷിതമാണ് ഏത് മരണത്തിൻ്റെ അവസാന സമയത്ത് എത്തിയാലും. കാരണം എനിക്ക് വേണ്ടി ഇവിടെ സീനായി ധ്യാനകേന്ദ്രത്തിൽ ഇവിടെ തന്നെ എൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഞാൻ കൈവിട്ടു പോയി എന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ആത്മാവിന് വേണ്ടി ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഒത്തിരി പ്രേക്ഷകരൊക്കെ വരാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഫോൺ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ബ്രദറിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഇവിടെ എല്ലാവരും പറഞ്ഞു ബ്രദറിൻ്റെ അവസ്ഥ തീരെ മോശമാണ്. പ്രിയമുള്ളവർ, അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും പരിശുദ്ധ കന്യകാമറിയം എന്നെ എണീപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയുവാണ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതുള്ളൂ. പരിശുദ്ധ അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ളവർ, നമ്മുടെ ഏത് പ്രതിസന്ധി ഇന്നൊന്നൊന്നുമില്ല, വേർതിരിക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ വേണേൽ പറഞ്ഞു തരാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു അനുഭവം വിവാഹത്തെക്കുറിച്ച് തന്നെ. ഞാനൊരു 100 ചില്ലറ, അതായത് 150ഓളം ജവമാല ഉണ്ടാവുമായിരിക്കും, ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, പെണ്ണ് കാണാൻ വേണ്ടി ഒന്നും പോകാൻ എനിക്ക് 10-40 വയസ്സ്. എൻ്റെ അനിയനാണ് 24 വർഷമായിട്ട് ഞങ്ങൾ വചനപ്രഘോഷകരാണെങ്കിൽ പോലും അവൻ കല്യാണം കഴിച്ചു, അവൻ 5 മക്കളായി. അന്നപ്പോഴാണ് ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവൻ 5 മക്കളായി കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നോർമലായിട്ട് നമുക്കൊരു നാണക്കേടും പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ എവിടെയും പെണ്ണ് കാണാനൊന്നും പോകത്തില്ല, അതൊക്കെ വേണ്ടത് കറക്റ്റായിട്ട് കൊണ്ടുവന്നോണം. പ്രിയമുള്ളവരെ, പെണ്ണ് കാണാൻ വേണ്ടി ഞാൻ പോകുന്നത് ചങ്ങനാശ്ശേരിയിൽ ഒരു 3000 പേരുടെ ശുശ്രൂഷ നടക്കുകയാണ്, ഒരു CMI അവരുടെ സ്കൂളിൽ. അപ്പോൾ കുട്ടികളുടെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരന് പരിചയമുള്ള ഒരു പെൺകുട്ടിയാണിത്, കൊട്ടിയത്ത്. അപ്പം ഈ സഹോദരൻ അന്ന് കുവൈറ്റ് ജോലിയാണ്. ആളുടെ ജോലിയെല്ലാം പോയി നമ്മുടെ തൃശ്ശൂർ വന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ 1 ഡേ പ്രോഗ്രാം നടക്കുകയാണ്. ഈ 1 ഡേ പ്രോഗ്രാം നടക്കുന്ന വെള്ളിയാഴ്ച, ശനിയാഴ്ചയാണ് എൻ്റെ കല്യാണം. അപ്പോൾ ഈ സഹോദരനുമായിട്ട് രാത്രി 10 മണിക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പെണ്ണ് കാണാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നത് ഈ 3000 കുട്ടികളുടെ ശുശ്രൂഷയും കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്കാണ് കൊട്ടിയത്ത് പോയി പെണ്ണിനെ കാണുന്നത്. പ്രിയമുള്ളവരെ, കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ കല്യാണം പെട്ടെന്ന് തന്നെ നടക്കുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച ശുശ്രൂഷ ചെയ്യുന്നു ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ 1 ഡേ പ്രോഗ്രാം. ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് തൃശ്ശൂരിൽ നിന്ന് പോകുന്നത്. രാവിലെ പോയി വിവാഹം നടക്കുകയാണ്. എൻ്റെ വിവാഹത്തിന് എനിക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ ശുശ്രൂഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത്. അതുകൊണ്ട് വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇടണമെന്നോ, നമുക്കറിയാം പ്രിയമുള്ളവരെ, ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്തുകൊണ്ട് തന്നെ എത്രയോ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും കൗൺസിലേഴ്സിനെയും വചനപ്രഘോഷകരെയും വിളിക്കണം. എൻ്റെ കല്യാണത്തിനുണ്ടായിരുന്നത് ആകെപ്പാടെ 40 പേരാണ്. എൻ്റെ വീട്ടുകാരടക്കം 40 പേര്. ഒരു 300 രൂപയുടെ ഒരു ജുബയും സാധാരണ ഒരു പാൻസും അങ്ങനെയൊക്കെ ഉള്ളതും, അത് വേറെ ഒന്നുമില്ല. ഒരു കോട്ട് പോലും ഇട്ടില്ല, ഒരു ക്യാമറ പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അത്രയൊരു സിമ്പിള് എപ്പോഴും അങ്ങനെ ഒരു ലൈഫിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പ്രിയമുള്ള പരിശുദ്ധ അമ്മയോട് ചേർന്ന് എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ എപ്പോഴും ജവമാലയുണ്ടാവും. അതിപ്പോൾ ഏത് യാത്രയിൽ, ഇപ്പോൾ എപ്പോഴാണ് ഞാൻ ചെറിയ രീതിയിൽ ഉണ്ടോ വളരെ സിമ്പിളായിട്ട് കയ്യിലെപ്പോഴും, ആരെങ്കിലുമൊക്കെ കൂടുതൽ ആൾക്കാർ സംസാരിക്കാനുണ്ടെങ്കിൽ പോലും പോക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അത് ട്രെയിനിലാണേലും ബസ്സിലാണേലും. മറ്റുള്ളവരെയൊന്നും കാണിക്കാറൊന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ട് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മറ്റുള്ള അറിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ജവമാല. അതുകൊണ്ട് ചെറുതായിട്ട് ജവമാല ഉപയോഗിക്കാറുണ്ട്, ഇങ്ങനെ ചെറിയ രൂപത്തിൽ കെട്ടിയിട്ട്. വലിയ നീളത്തിലാകുമ്പം നമ്മൾ എടുക്കുമ്പോഴൊക്കെ തടയാൻ. അപ്പോൾ ജപമാല എപ്പോഴും നടക്കുന്ന വഴി പ്രാർത്ഥിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവർ, എൻ്റെ കൂടെ പരിശുദ്ധ കന്യകാമറിയം നടന്നുകൊണ്ട് എല്ലാ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിയോഗങ്ങൾ വയ്ക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൂടെ നടന്ന് പരിശുദ്ധ അമ്മ സഹായിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 100ഓളം ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. 100-150ഓളം ജപമാലയുണ്ട്. ഞാൻ ഏകദേശം ഒരു 100 പറയുവാണ് എൻ്റെ വിവാഹത്തെക്കുറിച്ച്. ഞാൻ പ്രത്യേകിച്ച് പെണ്ണ് കാണാൻ വേണ്ടിയൊന്നും പോകേണ്ടതൊന്നും വന്നില്ല. കൂട്ടുകാരനോടൊപ്പം ആ ശുശ്രൂഷ, ഞാൻ പറഞ്ഞല്ലോ, ആ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 3000 പേരുടെ കുട്ടികളെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്കാണ് ചെല്ലുന്നത്. പിറ്റേ ദിവസവും ചങ്ങനാശ്ശേരി ശുശ്രൂഷയുണ്ട്. രാത്രി പോയി കണ്ടു, തിരിച്ചു വന്നു. കല്യാണം വളരെ സിമ്പിളായിട്ട് നടന്നു. എൻ്റെ പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ വിവാഹത്തിലല്ല, രോഗമേഖലയിലല്ല, മരണത്തിൻ്റെ മുമ്പിലല്ല, ഏത് അപകടത്തിലും. ഇതുപോലെ തന്നെ ഞാൻ ഓർക്കുവാണ്, ജമ്മു കാശ്മീരിൽ വെച്ച് ഝാൻസിയിൽ നിന്ന് ഒരു 2 മാനസിക രോഗികളെയും കൊണ്ട് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു 5 പട്ടാളക്കാരെന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചു. മിഷ്യൻ കണ്ണ് എൻ്റെ 2 കഷത്തിൽ, ഒരെണ്ണം നെറ്റിക്ക്, ഒരെണ്ണം നെഞ്ചത്ത്, ഒരെണ്ണം പുറത്ത്. ഇങ്ങനെയൊക്കെ വെക്കുന്ന സമയത്തും ഞാൻ ചുരുക്കി പറയുവാണ്, ഒരു ഭയവും കടന്നു വന്നില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല പ്രാർത്ഥിക്കും. മരണത്തിൻ്റെ മുൻപിൽ പോലും പരിശുദ്ധ അമ്മ നമുക്ക് ധൈര്യം നൽകും, നമ്മളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ഈശോയിലേക്ക്, ആത്മീയതയിലേക്ക്, നമ്മൾ വളർച്ചയിലേക്ക് ദൈവം നമ്മെ എത്തിക്കും.